നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനസ് ഖാൻ, ഓർത്തോപെഡീഷ്യനാണ്, പ്രശാന്തി ഹോസ്പിറ്റൽ, ചക്കുവള്ളി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് നൂതന ടെക്നോളജി ആയിട്ടുള്ള PRP ഇഞ്ചക്ഷൻ, അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. നോർമലി എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് PRP ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നത് മുടി വളർച്ചയ്ക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നുള്ളതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് PRP ഇഞ്ചക്ഷൻ ഓർത്തോപെഡിക്സിൽ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ബ്ലഡിൽ നിന്ന് പ്ലേറ്റ്ലെറ്റുകളെ മാത്രം വേർതിരിച്ചെടുക്കുന്നതിനെയാണ് PRP എന്ന് പറയുന്നത്. ഈ PRP നമ്മൾ ഓർത്തോപെഡിക്സിൽ വളരെ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ തേയ്മാനം. ഇത് നമുക്ക് എല്ലാവർക്കും കണ്ടുവരുന്ന ഏറ്റവും വലിയ കോമൺ ആയിട്ടുള്ള അസുഖമാണ് മുട്ടിലുള്ള തേയ്മാനം. ഏകദേശം ഒരു 45 വയസ്സ് കഴിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും ഇപ്പോൾ മുട്ടിനുള്ള വേദനകൾ തുടങ്ങുന്നുണ്ട്. ഈ മുട്ടിന്റെ വേദനയുടെ തുടക്കത്തിൽ തന്നെ, അതായത് ഏർലി സ്റ്റേജസിൽ, സ്റ്റേജ് 1ഉം 2ലും ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അതിൽ ഏറ്റവും ദി ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതിൽ PRP ഇഞ്ചക്ഷൻ ആണ്. കാരണം ഈ PRP ഇഞ്ചക്ഷനിൽ ഈ തേയ്മാനത്തിനെ പ്രിവെന്റ് ചെയ്യാനും കുറയ്ക്കാനും വന്നിട്ടുള്ള തേയ്മാനത്തിനെ, ആ കാർട്ടിലേജിനെ റിപ്പയർ ചെയ്യാനുമുള്ള കഴിവ് ഈ PRPക്കുണ്ട്. ഈ ഇഞ്ചക്ഷൻ നമ്മൾ നേരത്തെ ആദ്യ സ്റ്റേജുകളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കരമായിട്ട് ഓട്ടോമാറ്റിക്കൽ ശസ്ത്രക്രിയയിൽ നിന്ന് നമുക്ക് ആശ്വാസം കിട്ടുന്നതാണ്. ആ സ്റ്റേജിലോട്ടൊന്നും ഇത് എത്താതെ നമുക്ക് ഇഞ്ചക്ഷൻ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടാവുന്നതാണ്. പിന്നെ ഉള്ളതാണ് ഈ യങ് സ്റ്റേജിൽ ഉണ്ടാവുന്ന കോൺഡ്രോമലേഷ്യ പറ്റല്ലേ എന്ന് പറയുന്ന അസുഖം. അതായത് പറ്റല്ലയുടെ എല്ലുകൾക്ക് സോഫ്റ്റ് ആവുന്നതും നമ്മുടെ ഈ പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ള അഡൽട്സിന്, ഒരു 20 to 35 ഇയേഴ്സിന്റെ ഇടയിലുള്ളവർക്ക്, ഈ ഡാൻസിങ് അല്ലെങ്കിൽ ഒരുപാട് ട്രെനസ് എക്സസൈസ് ചെയ്യുന്നവര്, ഓടുന്നവര്, പിന്നെ ഒരുപാട് ആക്ടിവിറ്റി ഉള്ളവർ, ഇവർക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് കോൺഡ്രോമലേഷ്യ പറ്റല്ലേ. ഈ കോൺഡ്രോമലേഷ്യ പറ്റല്ലേക്ക് PRP ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് 100% എഫക്റ്റീവ് ആണ്. പിന്നെ ഉള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് അക്യൂലിസ് ടെൻഡനൈറ്റിസ്. നമ്മുടെ ആംഗിൾ ജോയിന്റിന്റെ പിറകിലുള്ള അക്യൂലിസ് ടെൻഡനിൽ വരുന്ന ഇൻഫ്ലമേഷൻ. ആ ഇൻഫ്ലമേഷൻ നമുക്ക് ചിലപ്പോൾ യൂറിക് ആസിഡ് കൊണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം, ഓവർ സ്ട്രെയിനിങ് കൊടുത്തിട്ടുള്ള കാരണവും കൊണ്ടാവാം. അപ്പോൾ അതിൽ നമ്മൾ എത്ര മെഡിസിൻ കഴിച്ചാലും പല ആൾക്കാർക്കും അതിൽ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് വരാറില്ല. പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നു, ആ സമയത്ത് വേദന മാറുന്നു, പിന്നെയും അവർ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും, അപ്പോൾ പിന്നെയും വേദന കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് PRP ഇഞ്ചക്ഷൻ ആണ്. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 100% നമ്മുടെ അക്യൂലിസ് ടെൻഡനൈറ്റിസ് മാറുന്നതാണ്. അതുപോലെ തന്നെ ഏത് ടെൻഡനൈറ്റിസ് വന്നാലും, നമുക്ക് ഷോൾഡറിലായിരുന്നാലും, ബൈസെപ്സ് ടെൻഡനൈറ്റിസ് ആയിരുന്നാലും, അല്ലെങ്കിൽ സബ്സ്കാപ്പുലാരിസിന്റെ ആയിരുന്നാലും, സുപ്രാസ്പൈനൈറ്റിസിന്റെ ആയിരുന്നാലും, ഇതിനൊക്കെ ദി ബെസ്റ്റ് എന്ന് പറയുന്നത് PRP ഇഞ്ചക്ഷൻ ആണ്. അപ്പോൾ ഈ മുട്ടുവേദന അല്ലെങ്കിൽ അക്യൂലിസ് ടെൻഡനൈറ്റിസ്, ഷോൾഡർ പെയിന്, പിന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം നമുക്ക് PRP ഇഞ്ചക്ഷൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് തേയ്മാനത്തിന്റെ ആരംഭഘട്ടങ്ങളിൽ. അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അപ്പോയിൻമെന്റ് എടുത്താൽ മതിയാവും നമുക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. താങ്ക് യു.